ഹലോ ഹലോ, വെൽക്കം ടു അഞ്ജു സഞ്ജു. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വീക്കെൻഡ് ആണ്, കൊറോണയൊക്കെ കാരണം ലോക്ക്ഡൗൺ ആയിട്ടില്ല, വീട്ടിലിരിക്കുക, സേഫ് ആയി ഇരിക്കുക എല്ലാവരും. ഇപ്പോഴും കൊറോണ വീണ്ടും കൂടിക്കൂടി വരികയാണ്. എല്ലാവരും ഹാപ്പി ആയി സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അതെ. അപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമ്മൾ ഓർത്തു പഴയ പോലെ നമ്മൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കുറേ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു മൂഡിൽ ഇന്നൊരു വെറൈറ്റി സംഭവം ചെയ്യാന്ന് വെച്ചു. കോൺ ബനേഗ ക്രോർപതി. അപ്പോൾ ക്രോർപതി ഒന്നുമല്ല, ഒരു 10,000 പറയാം. വിന്നറിന് 10,000 രൂപ ഉണ്ടാവും. അത് പക്ഷേ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം കേട്ടോ. അതെ, നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതാണ്. ഷോപ്പിങ്ങിനായിക്കോട്ടെ, എന്തിനാണെങ്കിലും ഉപയോഗിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. അല്ല, ഇത് മിക്കവാറും ഉണ്ണിയേട്ടൻ ജയിക്കണ കളിയാണ്. അതുകൊണ്ടാണ് ഈ 10,000-ന്റെ കാശൊക്കെ വെച്ചിരിക്കുന്നത്. ആള് കുറച്ച് മതി, അത്രയൊന്നും വേണ്ട, പേഴ്സിന് പൈസ എടുക്കാൻ വേണ്ടിയാ ഞാൻ 10,000. എനിക്ക് GK കുറവാണ്. GK കുറവാന്നൊക്കെ പറയാം. നോക്കല്ലേ. അപ്പൊ ചുമ്മാ ഒരു സെറ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ക്രോർപതിയുടെ ഏകദേശം അതേ റൂൾസ്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മുകളിലേക്ക് പോകുന്നവർ ഇത്തിരി ഹാർഡായിട്ടുള്ള വലിയ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. എനിക്ക് അങ്ങനെ ടഫ് ഒന്നും എടുക്കാൻ അറിയില്ല. ഞാൻ നോർമൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ ഉണ്ട് അല്ലേ? 4 ഓപ്ഷൻ ഉണ്ട്. 3 ലൈഫ് ലൈനും ഉണ്ട് 10 ക്വസ്റ്റ്യൻ ഇടയ്ക്ക്. ഒരു ലൈഫ് ലൈൻ ഫോൺ എ ഫ്രണ്ട്, ഫാമിലി. അതെ, ആരെ വേണമെങ്കിലും വിളിക്കാം. രണ്ടാമത്തത് 50-50. മൂന്നാമത്തത് ഒരു ക്ലൂ കൊടുക്കും. നമ്മൾ അതിനുള്ളൊരു ക്ലൂ കൊടുക്കും, ഒരു അഡീഷണൽ ക്ലൂ. അതെ. പിന്നെ ഇതിലൊരു ഇളവ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ഡീലാ. എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ അതിനൊരു ലൈഫ് ലൈൻ ഉപയോഗിക്കാം. അതെ, ഇൻ കേസ് ആദ്യമേ തന്നെ ഒരെണ്ണം പൊട്ടുവാണെങ്കിൽ നമ്മളൊരു ലൈഫ് ലൈനോട് ഒന്നോടെ ഒരു ചാൻസോടെ കൊടുക്കുക. അതായത് ലൈഫ് ലൈൻ ഉപയോഗിക്കാവുന്ന തെറ്റാണെങ്കിൽ. പക്ഷെ അതേപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ലൈഫ് ലൈൻ ഒക്കെ കഴിഞ്ഞിരുന്നിട്ടാണ് തെറ്റെന്ന് വെച്ചാൽ കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ ചാലഞ്ചിലേക്ക് പോണതിൻ്റെ മുമ്പ് നമുക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടാം. വിൽവ പ്രോഡക്ട്സ് ആണ്. അവർ നമുക്ക് ഹെയർ സിറം, ഹെയർ ഓയിൽ, ബിയർഡ് ഓയിൽ അയച്ചതുണ്ടായിരുന്നു. സോ നമ്മളത് ഉപയോഗിച്ച് നോക്കി. ശരിക്കും നല്ലതാണ്. ഇത് കോയമ്പത്തൂരുള്ള ഒരു കമ്പനിയാണ്. നമ്മൾ നോക്കി അവരുടെ വെബ്സൈറ്റിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. പ്രോഡക്ട്സ് എല്ലാം ഒത്തിരി നല്ല റിവ്യൂ ആണ്. ഇതിനൊരു പ്രത്യേകമാണ്. ഒരു പെപ്പർമിന്റ് ഓയിൽ എങ്ങാണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓയിലും അതെ, എല്ലാത്തിനും എന്താ പറയുക, പെപ്പർ ഓയിൽ അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ നല്ല, എനിക്കും ഇഷ്ടമായി. അതെ, ഇപ്പോൾ വെറുതെ പറയല്ല, നമ്മളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് തന്നെയാണ് പറയണത്. അവരുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ച് നോക്കി. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് പോലെ, പെപ്പർമിന്റിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്, ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട് മുടിക്കും. പിന്നെ അതേപോലെ തന്നെ ഇത് ഇവരുടെ ഹെയർ സിറാണ്. 2 പേര് ഇപ്പം അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അതെ, നമ്മൾ യൂസ് ചെയ്ത് നോക്കി. ഇപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ടൊന്നും യൂസ് ചെയ്ത് നല്ല പറയുന്നത്, പക്ഷേ യൂസ് ചെയ്തിടത്തോളം സംഭവം കൊള്ളാം. നല്ല പ്രോഡക്റ്റ്. പിന്നെ അതെ, പിന്നെ ഓരോരുത്തരുടെ ഹെയർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ പ്രോഡക്ട്സ്. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. ഞാനും ബിയർഡ് ഓയിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഐ ലൈക്ക് ഇറ്റ്. സോ അപ്പോൾ അവരുടെ വെബ്സൈറ്റ് നോക്കുക. അതെ, അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കുക. ഷുവർലി നിങ്ങൾക്ക് ഇഷ്ടമാവും വിചാരിക്കണം. അവർക്ക് ഓൺലൈൻ ഉണ്ട് തന്നെ, അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതെ, അല്ലെങ്കിൽ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. അതെ, അവർ ഭയങ്കര റെസ്പോൺസീവ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഗെയിമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രൈസ് മണി നമുക്ക് കാണണ്ടേ? ഇതാണ് 10,000 രൂപയുടെ ചെക്ക്. കാണാം. അതെ, ഇപ്പം കാണാം. 10,000 രൂപയുടെ ചെക്കാണ്. ഞാൻ എഴുതി ഉണ്ടാക്കിയ ചെക്കാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇലഞ്ഞിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ചെയ്തെടുക്കാവുന്ന. എന്നിട്ട് ഞാൻ പോലീസ് പിടിയിലാണ്. ആയിട്ടുണ്ടാക്കിയ കാശാണ്. ഇതായിരിക്കും പ്രൈസ് മണി. ഓക്കെ, അപ്പോൾ ആരാ ഫസ്റ്റ് പോകുന്നതെന്നുള്ളതിൽ കൺഫ്യൂഷൻ. സോ റോക്ക് പേപ്പർ സിസർ കളിക്കാം. അതിൽ ജയിക്കുന്ന ആള് ചൂസ് ചെയ്യും ആര് ഫസ്റ്റ് പോകും. ഓക്കെ, റോക്ക് പേപ്പർ സിസർ. ഓക്കെ, 5 ആയോ? അതായത് ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യും. Let the games begin. ഓക്കെ, തുടങ്ങാൻ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആക്കിയുള്ളത് കൊടുത്തേക്കാണ്. ക്യാപിറ്റൽ ഓഫ് ഈജിപ്റ്റ്. ഓപ്ഷൻസ് അലക്സാൻഡ്രിയ, കൈറോ, ലെക്സർ, ലെബനൻ. ഉറപ്പാണോ?
ഓക്കെ കമ്പ്യൂട്ടർ ജി ലോക്ക് ചെയ്ത് ശരിയാകും. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ഈജിപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് കൺട്രിയാണ് ഫോർ വേരിയസ് റീസൺസ്. അതുകൊണ്ട് എന്നോടാണ് ആ ചോദ്യം വരുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. പരീക്ഷ നോക്കി ഹിസ്റ്ററിക് നോളജ് ഉണ്ടോ എന്ന് അറിയില്ല. ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ റെഡിയാണോ? 10 ചോദ്യമുണ്ട്. ലൈഫ് ലൈൻസ് എല്ലാം ഇപ്പോഴും ഉണ്ട്. ഒരു ലൈഫ് ലൈൻ യൂസ് ചെയ്തിട്ടില്ല. അഞ്ജലി താങ്കൾക്കുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ആനിമൽ ഓഫ് കേരള. ഓപ്ഷൻസ്: കൗ, കോഴി, എലിഫന്റ്, ബുൾ. എലിഫന്റ്. ഓക്കെ അജയ്, ഇത് തെറ്റായി നിങ്ങൾ ഈ റൗണ്ടിൽ പുറത്തായ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് തെറ്റായ പുറത്തായ അത്രയല്ലേ ഉള്ളൂ. വളരെ വളരെ പോസിറ്റീവായ ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മൾ കൂടെ പ്രാവശ്യം. നിങ്ങൾക്ക് താങ്കളുടെ സ്വന്തം കോഴിയോടൊന്നും തോന്നിയില്ല? അതായത് കോഴി ഓപ്ഷൻ കോഴികളല്ലാന്ന് എനിക്കറിയാം. കോഴികളല്ല എന്നറിയാം. ഓക്കെ ഓപ്ഷൻ സി എലിഫന്റ് ലോക്ക് കിയാ ജായേ. താങ്കളുടെ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ശരി. ഇൻ കേസ് ഇടയ്ക്ക് വെച്ച് ഇപ്പം 5, 7, 8 ചോദ്യം പൊട്ടിന്ന് വെച്ചോ, എല്ലാം തീർന്നെങ്കിൽ പിന്നെ എൻ്റെ ചാൻസ് വരുമ്പോൾ ഞാൻ 9 ആയാൽ തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി ജയിച്ചു. പിന്നെ ഫുള്ള് ജയിക്കണമെന്നില്ല. സോ ഒരാളെക്കാളും മറ്റാൾ ജയിച്ചാൽ മതി. ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Which vehicles have KL15 registration? Okay. A. Police vehicles. B. Motor Vehicles Department. C. KSRTC. 4. Ambulance. എനിക്കറിയില്ല. അതാണല്ലോ ഇതിന്റെ പോയിന്റ്. ഫുൾ ടൈം കാറിലിരിക്കുന്നതല്ലേ, ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ നമ്പറൊക്കെ ഇടയ്ക്ക് നോക്കണ്ടേ? പിന്നെ കോഴീന്ന് വിളിക്കുകയും ചെയ്യുന്നിട്ട് വണ്ടികളുടെ നമ്പർ നോക്കും വേണം. You have all the letters. For a friend, 50-50. A clue. Options ഒന്നുകൂടി. Police vehicles, Motor Vehicles Department, KSRTC, Ambulance. KL15 എന്ന് തുടങ്ങുന്ന നമ്പർ. താങ്കൾ ഉത്തരം ഉറപ്പാണ്. താങ്കൾ ഇത് ഉറപ്പോടുകൂടി പറയുന്നതാണോ അത് ബ്ലഫ് ചെയ്യുന്നതാണോ അത് കറക്റ്റ് എന്താണ്? ആക്ച്വലി കറക്കിക്കുത്തൽ പോലെയാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനിങ്ങനെ KL15 KSRTCയുടെ സൈഡിൽ കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അത് പക്ഷെ ഒരു ബസ്സിന് മാത്രമാണെങ്കിലോ വേറെ ആംബുലൻസിന്റെ അല്ലെ പോലീസിന്റെ നമ്പറുകൾ ശ്രദ്ധിച്ചിട്ടില്ല. ഈ ഓപ്ഷൻ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ ഓപ്ഷൻ സി KSRTC വളരെയധികം ശരിയാണ്. KL15 വണ്ടികൾ KSRTC. KSRTCയിൽ പോയിന്റ് ഗുണം എപ്പോഴാണ് കിട്ടിയത്? കറക്കിക്കുത്തലാണെങ്കിലും ശരി. അത്ര പോയാറിനെ എപ്പോഴെങ്കിലും നോക്കി അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ നീ എങ്ങനെ നമ്പർ കാണുന്നത്? അല്ല, ഞാൻ അതിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാ. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ശരിയായിരിക്കാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. കണ്ടൊരു ഓർമ്മ. ഓക്കെ അപ്പൊ ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യവും ശരിയാക്കിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് ചോദ്യത്തിൽ നിന്ന് ആദ്യം മനസ്സിലാക്കണത്. എന്തായാലും കുറച്ച് ബുദ്ധി വെക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 4. സ്റ്റേറ്റ് ട്രീ ഓഫ് കേരള എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ കോക്കനട്ട്, സെക്കൻഡ് ബനാന, 3 കണിക്കൊന്ന, 4 റബ്ബർ. എങ്ങനെയുണ്ട് എൻ്റെ ചോദ്യം? അതായത് ക്വസ്റ്റ്യൻ നമ്പർ 4 സ്റ്റേറ്റ് ട്രീ ഓഫ് ഈസിയാ, പക്ഷെ അതിനുള്ള ആൻസർ ഓപ്ഷൻസ് കോക്കനട്ട് ട്രീ, ബനാന, കണിക്കൊന്ന, റബ്ബർ. ആലോചിക്കും. താങ്കൾക്ക് ഇപ്പോഴും ലൈഫ് ലൈൻസ് എല്ലാം തന്നെ ഉണ്ട്. 50-50, ഫോൺ എ ഫ്രണ്ട്, ക്ലൂ. താങ്കൾ നാലാമത്തെ ചോദിച്ചു. എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾക്ക് റബ്ബർ തോന്നാൻ കാരണം? ഉറക്കെ പറയൂ. വേറെ സംസ്ഥാനത്തൊന്നും അതങ്ങനെ കേട്ടിട്ടില്ലാത്തോണ്ട്. ഇല്ല ഞാൻ പറഞ്ഞതാ. ഓക്കെ റബ്ബർ ലോക്ക് കിയാ ജായേ. कंप्यूटर जी ऑप्शन नंबर सी അല്ല ഡി റബ്ബർ. ഉത്തരം തെറ്റാണ്. കുഴപ്പമില്ല. എന്ത് റിയാക്ഷൻ? ഒരു റിയാക്ഷനും തരുന്നില്ല. എനിക്ക് ചിരി വന്നു കേട്ടിട്ട്. വേറെ എന്താ? കോക്കനട്ട് ട്രീ ആണ് സാധ്യത. കോക്കനട്ട് ട്രീ ആണോ?
ആണോ പറഞ്ഞാ മതിയായിരുന്നു. കോക്കനട്ട് ട്രീ ആണ് കറക്റ്റ് ആയ ഉത്തരം. തെങ്ങാണ് നമ്മുടെ സംസ്ഥാന വൃക്ഷം. പക്ഷെ അത് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ഉണ്ട്. ഞാൻ വിചാരിച്ചു അത് കാരണമാണല്ലോ. ഓക്കെ, എന്തായാലും രണ്ടാമത്തെ കേസിൽ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ലൈഫ് ലൈൻ താങ്കളെ പോയേ പറ്റുള്ളൂ. ക്ലൂ തന്നു. അതെ, ഒരു ക്ലൂ എന്നുള്ള രീതിയിലാണ് പോകും. ഞാൻ ക്ലൂ ഒന്നും കൊടുത്തില്ല, ബട്ട് ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിച്ചു. അതെ, ഒരു ലൈഫ് ലൈൻ പോയിരിക്കുകയാണ്. അപ്പോ ക്ലൂ എന്നുള്ള ഓപ്ഷൻ പോയിരിക്കണം. നാണക്കേട്. കോക്കനട്ട് ട്രീ ആന്ന് പറയാൻ പറ്റില്ലല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 5 കിടക്കാം. എന്നെ ജഡ്ജ് ഒന്നും ചെയ്തേക്കരുത്, എനിക്ക് വലിയ നോളജ് ഒന്നും ഇല്ല. ഇതുവരെ പോയില്ലേ, നീ ശരിയായി തരാം. താങ്കൾ ടെൻസ്ഡ് ആണ്, നെർവസ് ആണ്. താങ്കൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടോ? എന്തായാലും ഇപ്പൊ തരാൻ വെറുതെ ചോദിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. നമ്പർ ഓഫ് ലാംഗ്വേജസ് റിട്ടൺ ഓൺ ആൻ ഇന്ത്യൻ കറൻസി. ഇന്ത്യൻ കറൻസിയുടെ പുറകെ നിങ്ങൾ തിരിച്ചു നോക്കിയാൽ പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം ലാംഗ്വേജസ്, അതായത് നമ്മൾ ഇന്ത്യയിൽ സംസാരിക്കുന്ന ഔദ്യോഗികമായ എല്ലാ ലാംഗ്വേജ്, കുറേ ലാംഗ്വേജുകൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ എണ്ണം എത്രയാണ്? അപ്പൊ ഈ കറൻസിയിലേക്കാണോ നോക്കുന്നത്? ഓപ്ഷൻസ് 13, 14, 15, 16. ഇല്ലില്ല, കഴിഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് പോയാൽ മതി. താങ്കൾക്ക് ഇപ്പോഴും താങ്കളുടെ ലൈഫ് ലൈൻസ് എല്ലാം ഉണ്ട്. 10,000 രൂപയ്ക്ക് വേണ്ടിയാണ് താങ്കളുടെ മത്സരം. തോറ്റു കഴിഞ്ഞാൽ താങ്കൾ എനിക്ക് 10,000 രൂപ തരണം. അതാലോചിച്ചു. ഓൾറെഡി എനിക്ക് കുറച്ച് കാശ് തരാനുണ്ട്. അതൊന്ന് ബാക്കി കൊടുക്കാണ്. എന്നോ പെട്രോൾ അടിച്ച കാശൊക്കെയാ പറയുന്നത്. പെട്രോൾ അടിച്ചതാ. പിന്നെ ആ കല്യാണത്തിന് വേണ്ടിട്ട് എന്തോ ആർക്കും 2,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. അതൊക്കെ കൊടുക്കും. പിന്നെ വേറെ എല്ലാം ഇത് കിട്ടി കഴിയുമ്പോൾ തരാം. ഇതിപ്പോ എന്തായാലും എനിക്ക് തന്നെ കിട്ടുന്ന ലക്ഷണം. പറയൂ. 13, 14, 15, 16. താങ്കൾക്ക് ഏതെങ്കിലും ലൈഫ് ലൈൻ യൂസ് ചെയ്യണമെന്നുണ്ടോ? 50-50. ഓക്കെ, എയും സിയും പോയിരിക്കും, എയും ബിയും പോയിരിക്കും. താങ്കൾക്ക് മുമ്പിലുള്ള 2 ഓപ്ഷൻസ് 14 അല്ലെങ്കിൽ 15. എന്താണ് കറക്റ്റ്? ഇനി ഈ ഉത്തരം തെറ്റി കഴിഞ്ഞാൽ തീർന്നു. താങ്കളുടെ റണ്ണോടെ തീരും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തീരും. ഓഡിയൻസ് പോൾ പറയൂ. വളരെ ബുദ്ധിശാലിയായ ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. കറക്കിക്കുത്ത ദൈവങ്ങളല്ലേ താങ്കളിപ്പോൾ ദൈവങ്ങളല്ലേ താങ്കളിപ്പോൾ പ്രാർത്ഥിച്ചത്? പറയൂ. ഓക്കെ, ഓപ്ഷൻ ബി 14. ലോക്ക് ആണോ? ഉറപ്പാണോ? സംശയമൊന്നുമില്ലല്ലോ. താങ്കൾക്ക് ലൈഫ് ലൈനുകൾ ഇപ്പോഴും 2 ഉണ്ട്. എങ്ങനെയാ? 50-50 അല്ല, 50-50 യൂസ് ചെയ്തല്ലേ? ഒരു ലൈഫ് ലൈനോട് ഉണ്ട്. 14 അല്ല 15. ഏതാണ്? 14. ഉറപ്പാണോ? ലോക്ക് ചെയ്യേ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഗെറ്റ് ഔട്ട് ഹൗസ്. ഉത്തരം 15 ആണ്. ഇന്ത്യൻ കറൻസിയുടെ പുറകിൽ നിന്ന് നോക്കിയാൽ 15 എണ്ണം ഉണ്ട്. ഞാൻ ഇത് രാവിലെ കൂടി എണ്ണി നോക്കി. അപ്പോൾ താങ്കൾ പുറത്തായിരിക്കുകയാണ്. താങ്കൾ ഒരു ലൈഫ് ലൈൻ മിച്ചായിരിക്കുകയാണ്. താങ്കൾക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ താങ്കൾ 5ാം ക്വസ്റ്റ്യൻ വരെ എത്തി. ഞാൻ 5ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം കറക്റ്റായി പറയുകയാണെങ്കിൽ 10,000 രൂപ എൻ്റെ കീശ. സുഖമായിട്ട് പറയും. എൻ്റെ വളരെ അധികം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഞാനും വളരെ സിമ്പിളൊക്കെ തന്നെയാണ്. കറക്റ്റായിട്ട് ആ ലൈഫ് ലൈൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു. എനിക്ക് ഇത്രയും പോലെ നോളജ് ഇല്ല. ഇത് ഓർത്തിരി. ഇത് എന്നെ നോക്കേണ്ടൊക്കെ വരും കേട്ടോ. എനിക്കും രാവിലെ ഒന്നുമില്ല നാലില് പണ്ടത്തെ സ്കൂളിൽ കേട്ടിരുന്ന ചോദ്യമൊക്കെയാണ്. സംഭവം ടഫായിരുന്നു. എൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് സംഭവം ടഫായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഞാൻ ചോദിക്കാൻ പോവാണ്. 10 ക്വസ്റ്റ്യൻ ഉണ്ട്. റെഡിയാണോ? റെഡിയാണ്. ജയിക്കാൻ റെഡിയാണോ? ജയിക്കാൻ റെഡിയാണ്. 10,000 രൂപ കൊണ്ട് ഞാനെടുത്ത് പോകുള്ളൂ. എന്നാ എടുത്തോളൂ, നമുക്ക് നിർത്താം. അല്ല, ചോദിച്ചു ജയിച്ചിട്ട് തന്നെ പോയാൽ ചോദിക്കും. നിന്റെ ചോദ്യങ്ങൾ എന്താണെന്ന് എനിക്ക് കേൾക്കും. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അത് എനിക്ക് മാറ്റാൻ താല്പര്യമില്ല. ചോദിക്കാൻ പോവാ എന്തായാലും. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഹൗ മെനി പ്ലേയേഴ്സ് ഓഫ് കൊക്കോ ടീം ക്യാൻ പ്ലേ ഓൺ ദ ഫീൽഡ് ഡ്യൂറിംഗ് ദ മാച്ച്? കോക്കോയാണോ? A ഓപ്ഷൻ 10, B ഓപ്ഷൻ 9, C
C7, D8. ഏതൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞത്? How many players of Coco team can play on the field during the match? A10, B9, C7 and D8. 10. Lock. ലോക്ക് കീജിയെ. ഉറപ്പിച്ചു. ഉത്തരം 10 ശരിയാണോ? ഉറപ്പിച്ചു. പറ. അതായത് ടീമിൽ ഇറങ്ങി കളിക്കുന്ന ആൾക്കാര് ആയിരിക്കണം. ഉത്തരം തെറ്റാണ്. ആണോ? അയ്യേ, കഷ്ടം. ഓക്കെ, എന്താണ്, ഏത് ലൈഫ് ലൈൻ ആണ് ഉപയോഗിക്കുന്നത്? I'll go with 50-50. ഓക്കെ, പക്ഷെ ഫസ്റ്റ് ചോദ്യം നാണക്ക്. A, C എടുത്ത് കളഞ്ഞിരിക്കണം. അതായത് 10 and 7 എടുത്ത് കളഞ്ഞിരിക്കണോ. അപ്പൊ റിമൈനിങ് ഞാൻ പറയാം. How many players of Coco team can play on the field during the match? B9, D8. 9. ഉറപ്പിച്ചു. ലോക്ക് കീജിയെ. ലോക്ക് കിയാ ജായ്. ഉത്തരം ശരിയാണ്. ഒരു നമ്പറിന് തെറ്റിപ്പോയി. പക്ഷെ നാണക്കേട്, എന്നാലും 10 ചോദ്യത്തിൽ ലൈഫിലേക്ക് കിട്ടും. അമിതാഭ് ബച്ചൻ. എന്റെ ക്വസ്റ്റ്യൻ ഈസിയായിരുന്നു. കേട്ടിട്ടുണ്ട് ഞാൻ. കോക്കോയ്ക്ക് 10 പേര് കളിക്കാനായിട്ട് എന്റെ ഓർമ്മ. 11 ശരിക്കും പറഞ്ഞാൽ 11. അതിൽ 9 പേരാണ്. ഓക്കെ, അടുത്തത് തെറ്റിക്കല്ലേ. In ODI cricket, who created the record of scoring the fastest century in just 31 balls? A. Corey Anderson, B. A.B. de Villiers, C. Shahid Afridi, D. Mark Boucher. അഫ്രീഡി. Lock किया जाए. ക്രിസ്കെയിൽ ഉണ്ടായിരുന്നു, ഞാൻ ഇച്ചിരി ഒന്ന് സംശയിച്ചാണ്. അല്ല, അഫ്രീഡി. അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനു വെച്ചാൽ ചാടാൻ പോകുന്നത്. Okay, ഇതുണ്ട്, വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഫോൺ ഫ്രണ്ട് ഇല്ല. ലൈഫ് ലൈൻ ഉണ്ട്. ഒരു ക്ലൂ. ക്ലൂ ആണോ വേണ്ടത്? ആ, ഓ, ലൈഫ് ലൈൻ. ഉത്തരം വരും. അഫ്രീഡി ആയിരുന്നു. ഒന്നും അറിയില്ലല്ലേ. ഞാൻ ഇത്രയൊന്നും അപ്ഡേറ്റഡ് അല്ല. ഞാൻ ഈ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം ഉണ്ണിയേട്ടന് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കളി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണതാണ്. അല്ല, ഇതറിഞ്ഞില്ല നാണക്കേടാണ്. ഓക്കെ, ക്ലൂ പറയൂ. ക്ലൂ ഇപ്പൊ എന്താ പറയാ, നമ്മുടെ IPL-ലൊക്കെ നല്ല ഫേമസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഏതൊക്കെയായിരുന്നു? A. Corey Anderson, B. A.B. de Villiers, C. Shahid Afridi, D. Mark Boucher. Lock किया जाए. हाँ, lock कीजिए. Lifeline. No. और भी जाओ. हाँ. हाँ. ഉത്തരം ശരിയാണ്. ബോണസ് കറക്കിങ് കുത്തിയതാ. ഡിവിലിയേഴ്സ് 31 ഗോൾ അടിച്ചിട്ടില്ല. A.B. de Villiers registered the fastest 50 and 100 in the same match, and the records stand to date. The batsman brought up his century of just 31 balls, and he surpassed New Zealand's Corey Anderson to bring up the fastest century in ODIs. Shahid Afridi. Afridi അടിച്ചിട്ടുണ്ട്, പക്ഷെ അത് പണ്ടായിരുന്നു. 36 ഗോൾ കണ്ടായിരുന്നു. ഞാനപ്പോൾ അപ്പത്തെ കാര്യം പറയുന്നു. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കുഴപ്പമില്ല, എന്നാലും ജയിക്കും. ഒരു ലൈഫ് ലൈൻ ഉള്ളൂ. അപ്പൊ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 3rd ക്വസ്റ്റ്യൻ ആയിട്ടേ ഉള്ളൂ. 2 ലൈഫ് ലൈനും കഴിഞ്ഞു. ലൈഫ് ലൈൻ ഒന്നും വേണ്ട, നമ്മൾ ടഫ് ഒക്കെ നമ്മൾ അടിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുന്നു. Which of these is nearest to the South Pole? Arctic Circle, Tropic of Cancer, Equator, Tropic of Capricorn. ചില്ലറ ചോദ്യം അല്ല ചോദ്യം. ആർട്ടിക് സർക്കിൾ ആണ് ചോദിച്ചത്, അല്ല സൗത്ത് പോൾ ആണ്. Which of these is nearest to the South Pole? South Pole. Arctic Circle, Tropic of Cancer, Equator, Tropic of Capricorn. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ല കാപ്രിക്കോൺ ആണ്. അതില്
സൗത്ത് പോൾ അല്ലേ? കാപ്രിക്കോൺ. ആലോചിക്കുക. പഠിച്ചതാ ഇത്രയും ഇതിലേക്ക് പോകുന്ന നോക്കില്ല. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ലോക്ക് കീജിയെ. ലൈഫ് ലൈൻ വേണോ? വേണ്ട. ഉറപ്പിച്ചോ? യെസ്, കാപ്രിക്കോൺ. ഉത്തരം ശരിയാണ്. അപ്പൊ 3 ഉത്തരങ്ങൾ ശരിയായിരിക്കുന്നു. 2 പറഞ്ഞാൽ മതി, നമുക്ക് പൈസ അടിച്ചിരിക്കുന്നത്. ഓക്കെ. എനിക്ക് ചെറിയ ഓർമ്മയുണ്ടായിരുന്നു. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് നോർത്ത് പോളിൽ. ഓർമ്മയുണ്ട്, ജോഗ്രഫിയിലൂടെ പഠിച്ചു. എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ്? ഞാൻ വിചാരിച്ചതിനേക്കാളും എല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ട്. എല്ലാം അടിച്ചു മാറ്റിയതാണ്. Question number 4. എന്നോടോടെ പറഞ്ഞാൽ Which of these monuments or landmark was built by the Mughals? Mughal Gardens, Delhi. Great Stupa, Sanchi. Qutub Minar, Delhi. Red Fort, Delhi. Oh my goodness. I am trapped. ഫസ്റ്റ് ചോദ്യം അല്ല, ഓപ്ഷൻസ് ഒന്നും പറഞ്ഞേ. രണ്ടാമത്തെ ഓപ്ഷൻ മനസ്സിലായില്ല, അതൊന്നും പറഞ്ഞ് കേക്കടാ. പറ. Which of these monuments or landmark was built by the Mughals? Mughal Gardens, Delhi. Great Stupa, Sanchi. Qutub Minar, Delhi. Red Fort, Delhi. കുത്തുബ് മിനാർ, ഇത് മറ്റേ വൺമാൻ ഷോയ്ക്കകത്ത് ലാലിനോട് ചോദിച്ച പോലെ ചോദ്യമായിപ്പോലോ. കുത്തുബ് മിനാറും താജ്മഹലിന്റെ ഹൈറ്റ് ചോദിച്ചു. അല്ല, ഞാൻ പറഞ്ഞ ഏകദേശം ലെവലിലേക്ക് വന്നു എന്ന് പറഞ്ഞു. കുത്തുബ് മിനാർ, പിന്നെയുള്ള റെഡ് ഫോർട്ട്. I'm going for Red Fort. Lifeline ഉണ്ട്? No lifelines. ഉറപ്പിച്ചോ? Yes. ലോക്ക് ചെയ്യ്. ഇത് തട്ടിക്കൂട്ടാണോ? ഒന്നുമല്ല, പിന്നെ നല്ല ഒന്നാം തരം കറക്കൂത്താ. തട്ടിക്കൂട്ടാണോന്നല്ലേ ചോദിച്ചാൽ, നമ്മൾ കറക്കൂത്താന്ന് പറഞ്ഞു. ഉറപ്പിച്ചോ? അതൊന്നും പ്രശ്നമില്ല, ഇതറിയുന്ന ബുദ്ധിയുള്ള രാജന്റെ കൂടെ ഇല്ല. ഉത്തരം തെറ്റാണ്. സോറി, അതാണ് ഉത്തരം ശരിയാണ്. ശരിയാണോ? വെരി ഗുഡ്. അപ്പൊ ടൈ ആയിരിക്കുകയാണ്. ഇതുപോലെ 10 സിറ്റുവേഷനിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കപ്പി വിത്ത് ഓൾവേസ് വർക്ക്സ്. അപ്പൊ ഒരു ചോദ്യം, ഈ ചോദ്യം ഞാൻ പറഞ്ഞ് ജയിച്ച ആ 10,000 രൂപ എന്റെ പോക്കറ്റിൽ. ഞാൻ പറഞ്ഞില്ലേ, ലൈഫ് ലൈനൊക്കെ നമ്മൾ ആരും യൂസ് ചെയ്യില്ല. ലൈഫ് ലൈൻ നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ എല്ലാ ടെൻസ് ബോളുകളും നമ്മൾ 6 ജയിക്കും. അപ്പൊ നമ്മൾ അവസാനത്തെ 5th ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഒരു ലൈഫ് ലൈൻ ബാക്കിയുണ്ട്, സുഖമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നന്നായി ആലോചിച്ച് കളിക്കാം. ഓക്കെ. ടെൻഷൻ ഉണ്ടാവും. ഒറ്റ ചോദ്യമല്ലേ ഉള്ളൂ, കിട്ടാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഇത്രല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of these Indian cities is closest to Pakistan city of Lahore? Okay. A. Srinagar. B. Jaisalmer. C. Amritsar. D. Udhampur. Lifeline under. Okay. Anugani. Which of these Indian cities is closest to the Pakistan city of Lahore? A. Srinagar. B. Jaisalmer. C. Amritsar. D. Udhampur. Lifeline എടുക്കുക. ഓക്കെ, ഞാൻ ലൈഫ് ലൈൻ എടുക്കാം. ഞാൻ മിഥുനെ വിളിച്ചോ. 30 seconds. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ ജി. ഓക്കെ, ഞാൻ എന്റെ ലൈഫ് ലൈൻ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. മിഥുൻ ചേട്ടനെ കോൾ കിയാ ജായ്. ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഫോൺ ഫ്രണ്ട് ചെയ്യുന്ന ആൾക്ക് ഗൂഗിൾ ചെയ്ത് ഉത്തരം പറഞ്ഞാൽ പോലെ 30 സെക്കൻഡ്. കോൾ എടുത്തതിന് ശേഷം കേട്ടോ 30 സെക്കൻഡ്. കോൾ ചെയ്യുമ്പോ തന്നെ തുറന്നില്ല. അങ്ങനെയില്ല, കോൾ എടുക്കാണെങ്ങനെയാ, കോൾ എടുത്തിട്ടാ. ഇപ്പൊ അവൻ എടുത്തില്ലെങ്കിലോ, നോക്കട്ടെ. നല്ല പേടി. ഓക്കെ, ഡയൽ ചെയ്ത് നോക്കട്ടെ. ഉറക്കത്തിലോ എല്ലാം ആണോ? എന്റെ ബെസ്റ്റ് ബഡ്ഡി വെക്കുന്ന അവനെ വിളിച്ചോ. സ്റ്റാർട്ട് ചെയ്യാനേ. അല്ല, എടുക്കും നോക്കട്ടെ. കോള് എടുക്കുന്നില്ല. അപ്പൊ നമ്മള് വേറെ ആരെങ്കിലും ട്രൈ ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ ഫ്രണ്ട്, അടുത്ത ഫ്രണ്ട് കറക്റ്റ് നോക്കട്ടെ. എടുക്കോ നോക്കട്ടെ.
ഞാൻ തുടങ്ങുവേ. ആ ഓപ്ഷൻസ് എനിക്കൊന്ന് പറഞ്ഞു തന്നെ. എടാ ഞാനൊരു അത്യാവശ്യ കോളിലാണ് വിളിക്കുന്നത്. നീ ജസ്റ്റ് ചോദിച്ചതിന് ഉത്തരം മാത്രം പറയാം. ഓക്കെ, ഞാനൊരു ടഫ് സ്പോട്ടിലാണ്. എനിക്കൊരു ഉത്തരം വേണം. പാകിസ്ഥാന്റെ ലാഹോറിനോട് ക്ലോസ് ആയിട്ട് കിടക്കുന്ന സിറ്റി ഏതാണെന്ന് എനിക്ക് പറഞ്ഞതാ. അമൃത്സർ ആണോ, ശ്രീനഗർ ആണോ, ജയ്സൽമർ ആണോ, ഉധംപൂർ ആണോ? ഇതിൽ ഏതാണോ തോന്നുന്നത് നിനക്ക്? നീ പറഞ്ഞ ഉത്തരത്തിനൊപ്പം ലാഹോറിനൊപ്പം ഉള്ള സിറ്റി ഏതാണ് അടുത്തുള്ളത്? അമൃത്സർ, അമൃത്സർ, അമൃത്സർ ആണോ? ഓക്കെ, എന്നാ ഞാൻ അതിന്റെ ഒപ്പം പോവാം. ഓക്കേടാ മോനെ, താങ്ക്സ്. അമൃത്സർ ഉറപ്പിച്ചു. ലോക്കർ. ഇപ്പൊ എനിക്ക് ഉത്തരം പറഞ്ഞത് കൃഷ്ണ എന്റെ കോളേജ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ആണ്. പറഞ്ഞു ശരിയായിട്ടില്ല. എന്താണ് ഉത്തരം? ആ ഉറപ്പാ. ഓ കറക്റ്റ് 30 സെക്കൻഡ്. പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ പൈസ ഇപ്പൊ തരും. അങ്ങോട്ട് തരും. എങ്ങോട്ട് തരുമെന്നല്ല, ഇങ്ങോട്ട് തരുമെന്ന്. ആ ഇതാണ് ആ നമ്മളെ ഫോക്കസിംഗ് പ്രൊഫഷൻ. ഓക്കെ, അപ്പൊ പ്രൈസ് മണി 10,000 നേട്ടനെ കൊടുത്തിരിക്കുകയാണ്. താങ്ക് യു. 10,000 രൂപ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യും? ഇനി എന്നോട് കാശ് ചോദിച്ചു വരരുതെന്ന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കിട്ടിയില്ലോ. അപ്പൊ ഇന്നത്തെ വിജയ്. താങ്ക് യു. അപ്പൊ കോൺവനൊക്കെ ക്രോർപതി ഞാൻ ജയിച്ചിരിക്കുകയാണ്. പൈസ വാങ്ങി ഞാൻ അതുകൊണ്ട് എന്ത് മേടിക്കും? ജയിക്കാൻ ഒരൊറ്റ റീസൺ ആ ചേട്ടനാണ്. അതെ അതെ, കൃഷ്ണ അവനെ ഉറപ്പായിട്ടും തോറ്റാനെ. ഉത്തരം അറിയാണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇതിന്റെ ട്രീറ്റ് ആ ABD വില്ലിയേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട്, അല്ലെങ്കിൽ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ഷാഹിദ് അഫ്രീദിയാണ്. കളിയിൽ അങ്ങനെ ഒന്നുമില്ല, ജയിച്ചാൽ മാത്രം മതി. നമ്മൾ ലൈഫ് ലൈൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ജയിച്ചില്ലേ, അത്രേ ഉള്ളൂ. അത് 10 പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ നോക്കിയതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു കോൺബനേഗ ക്രോർപതിയുടെ എപ്പിസോഡ് ഇഷ്ടമായി വിചാരിക്കണു. ഇങ്ങനത്തെ ഇനി എപ്പിസോഡുകൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എന്തായാലും ചെയ്യാം. അടുത്ത തവണ നമ്മൾ അമിതാഭ് തന്നെ കൊണ്ടുവരും ചെയ്യാനായിട്ട്. ഞാൻ വിളിച്ചാൽ മതി. ഫുൾ തള്ള. എന്റെ കൂടെ ഒരു തള്ളയാ. അപ്പൊ ഇഷ്ടമായിച്ച ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലും ഫോളോ ചെയ്യുക. അപ്പൊ അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ. തുടങ്ങിയോ? അമിതാഭ് ബച്ചൻ എങ്ങനെയൊന്നും ചെയ്യാതെ ഞാൻ കോട്ടൊക്കെ ഒന്ന് നോക്കാം. ഉണ്ടോ? ഇനി എന്നുണ്ട്? ഇല്ല. ഓക്കെ, റെഡി വൺ. कौन बनेगा करोड़पति? പ്രാങ്ക് ചെയ്യാനായിരുന്നു, അതും പൊളിച്ചു. പ്രാങ്ക് പൊളിച്ചു. കോൺ ബനേഗ ക്രോർപതി. എന്റെ വിന്നറിന് അതെ, ഒരു സെക്കൻഡ്, എത്ര പ്രാവശ്യം ഉണ്ട് നോക്കുക. You have all the lines for a friend. 50-50 a clue. ഏതെങ്കിലും ലൈഫ് ലൈൻ താങ്കൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കുത്തു 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 കുത്തു. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് ചോദ്യത്തിന് ആദ്യം മനസ്സിലാക്കണത്. എന്തായാലും കുറച്ച് ബുദ്ധി വെക്കട്ടെ. പേടിയുണ്ടോ ചേട്ടാ? ഇപ്പൊ കുറച്ച് പേടി തോന്നുന്നുണ്ട്, ഇതുവരെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു
തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് അതായത് കുറച്ച് താങ്കൾക്ക് ഇതിൽ നെർവസ് ആണോ, താങ്കൾക്ക് 5 എണ്ണമാണ് ജയിക്കാനുള്ളത്, ഗെയിമിന് റെഡിയാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കുറച്ചൊരു അമിതാഭ് ബച്ചനൊക്കെ പറഞ്ഞാൽ കുറച്ച് പഞ്ചിടാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നിട്ട് എല്ലാ കേട്ടും എന്നോട് ചോദിച്ചു പേടിയുണ്ടോ ചേട്ടാ, ഇതാണ് ചോദിക്കുന്നത്. പ്രൊപ്പത്തി ലെവലിൽ ചോദിക്കും. പിന്നെ ഇത് ക്രോപ്പതി അല്ലാണ്ട് ഒരുമാതിരി ചില്ലറപ്പതി പോലെ, ചില്ലറപ്പതി എന്താ പറയുക, ഒരു ദാരിദ്ര്യം പിടിച്ച ദാരിദ്ര്യപ്പതി പോലെ